ലക്ഷ്മി, അരി തീർന്നു. മോളിത് അച്ഛൻ്റെ കൊടുക്ക. അച്ഛാ, ആ സതീശ, എന്താ വേണ്ടേ? 5 കിലോ അരി, 2 കിലോ ഗോതമ്പ്. വിഷുണ്ണ, നാളെ ഹർത്താലാട്ടോ. ആടെ ഹർത്താലാടാ? ആരുടെയാണെന്ന് അറിയത്തില്ല. ആ സുരേണ്ണ, എൻ്റെ പൊന്നെണ്ണ, ഒരു മൊബൈൽ മേടിക്കാൻ പാടില്ലേ? ആരെങ്കിലും തട്ടിപ്പോയി അറിയിക്കണ്ടേ? നീ പോടാ മാക്കാൻ. എടാ, നാളെ ഹർത്താലാടാ. അതറിഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആള് കൂടുന്നതിന് വേഗം ചെല്ല. എന്തായാലും നേരത്തെ അറിഞ്ഞ നന്നായി. നന്നായി. ഏനായത് മറ്റേ പരിപാടിയായി. ഈ ഹർത്താൽ പോലെ എടാ, നേരത്തെ പറയണ്ടേ മാരൊക്കെ. എന്തുവാണ് ഈ വായുകൾ പിടിക്കാൻ പോകുന്നു? മനുഷ്യനെ മിക്കടുത്ത ഓരോ വള്ളികൾ ഇറങ്ങിക്കോളും. പിന്നെ ആ പാടെ വത്തണോ? ഒരു കാര്യമില്ല. മേടിച്ചോളൂ വാടാ. ഏതാ? പഴയത് മതി. പഴയത് തന്നെ മതിയെന്നേ, അത് മതി. പോയിട്ട് വാടാ. വരുതാ 2 OPR. മാറി നിൽക്കൂടായിരുന്നു. അയാളോട് പോകാൻ പറയാം. ഇങ്ങോട്ട് പോടും. വേറെ പണിയില്ലാത്ത നമ്മള്.
സന്തോഷം അടക്കാൻ വയ്യാതായി. വിരിഞ്ഞ ചിരിയോടെ ഒരു നിമിഷം കുഞ്ഞുവർക്കിച്ചാനെ നോക്കി നിന്നു. പിന്നെ റോഡിലേക്ക് ഇറങ്ങി ഓടി. റോഡ് നിറയെ ആൾക്കാരായിരുന്നു. അവരുടെ ഇടയിലൂടെ തപ്പിയും തടഞ്ഞു അവൻ ഓടി. പള്ളി മൈതാനത്തും പെരുന്നാളിന്റെ തിരക്കാണ്. അവിടവും കടന്ന് പള്ളിയുടെ വടക്കേ വശത്തെ റബ്ബർ തോട്ടത്തിന്റെ കമ്പിവേലി തുടങ്ങുന്നതിനടുത്ത് എത്തണം. അവിടെ ഇപ്പോൾ ആരും ഉണ്ടാവില്ല. അവിടെ പൊക്കി കെട്ടിയിരിക്കുന്ന സിമന്റ് പടിയിൽ കയറിയിരുന്നു. ആരും കാണാതെ രൂപയെടുത്തു കൂടി എണ്ണി നോക്കണം. കുഞ്ഞുവർക്കിച്ചാനെ തന്നപ്പോൾ ആകെ സംഭ്രമമായിരുന്നു. വാങ്ങിച്ച് അതുപോലെ പോക്കറ്റിൽ ഇടുക മാത്രമേ ഉണ്ടായിരുന്നു. 50 രൂപ തന്ന കുഞ്ഞുവർക്കിച്ചാനെ പറഞ്ഞു, ഈശോയെ 50 രൂപ. അവൻ പടിക്കെട്ടിൽ കയറിയിരുന്നു. ചുറ്റും നോക്കി. ആരും അടുക്കലില്ലായിരുന്നു. പതുക്കെ നിക്കറിന്റെ കീശയിൽ നിന്ന് രൂപ പുറത്തേക്കിടക്കാൻ പോയി. അപ്പോഴാണ് ആരോ, എന്താ ഒച്ച ഉണ്ടാക്കാതെ തലയുയർത്തി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി. ബാൽക്കണിയിലെ ദേവസ്വചാന്റെ കെട്ടിയോള് എലിച്ചേർത്തി പടർന്നു പന്തലിച്ചു കിടന്ന പുളിമരത്തിന്റെ വേരിലിരുന്നു. എന്നാടേ റേഷൻ കിട്ടിയില്ല. ആരും വന്നിരുന്നേ. സെലിബ്രേഷനാണ്. ഓ, ഇന്ന് സെലിബ്രേറ്റ് ചെയ്ത് അടുപ്പല്ലോ. ഒന്ന് വേഗാട്ടെ. ഒഴിക്കടാ. സാറിനോട് അതിലൂടെ ഒഴി. തുടങ്ങല്ലേ. അറിഞ്ഞോണം കേട്ടോ. നിക്ക് തീരട്ടെ. സൂര്യണ്ണന് പിന്നെ വയ്യ. അപ്പൊ ഓക്കെ അല്ലേ? അമ്മ വിശക്കുന്നമ്മ, എന്തേലും ഒന്ന് പറ അമ്മ. അമ്മ എന്താ ഇങ്ങനെ? ചേച്ചി വിശക്കുന്നു. നമുക്ക് തോമസ് സാറിന്റെ പറമ്പിൽ പോയി കപ്പ പറിച്ചാലോ? സന്തോഷം ഒഴിക്കടാ. മതിയടാ, കുറച്ച് മതിയടാ, കുറച്ച് മതിയോ? ചേച്ചി വിശക്കുന്നു, ചോറില്ലേ? എന്റെ മക്കളുവാ. മിണ്ടല്ലേ.
ആരും കപ്പ പറിക്കുന്നു? എന്റെ മാതാവേ, ഈ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ. നിക്കാൻ തെയ്യോ തകതാരഗതിത്വം തകതൈതകതാരഗതിത്വം തെയ്യോ തകതാരഗതിത്വം തകതൈതകതാരഗതിത്വം തെയ്യോ തകതാരഗതിത്വം മോളെ ഇതുകൂടി അങ്ങ് എടുത്തു. വേണ്ടമ്മേ, അമ്മ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ദോശേ ഓരോന്നുകൂടെ ഒഴി. നമുക്ക് പോയി ഹർത്താൽ എന്തായാലും നോക്കിയിട്ട് വരാം. പേടിപ്പിക്കും സാറേ. എന്നതാണ് ഇത് ഒരു തോമസ് സാറേ, ആളുണ്ട് ഇവിടെ. ഒരു കാര്യം ചെയ്, നീ ബാക്കിയുള്ള അങ്ങോട്ട് ഒഴുകി. നമുക്ക് സുരയെ അങ്ങ് പാക്ക് ചെയ്തേക്കാം. പിടിയടാ. സാറേ, ആ ഇന്ന് ചേച്ചിയുടെ അടി കിട്ടുമോ? ഇല്ലടാ, ഹർത്താലിന് അവൾക്ക് ഇത്തിരി അടി കൂടലാ. ഇന്നത്തെ ഹർത്താലൊക്കെ ആ, ഓക്കേ, 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 ഓക്കേ. ഓക്കേ. ഇന്നത്തെ ഹർത്താൽ എന്തായാലും ഓക്കെ. അച്ഛാ, 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 അച്ഛാ.